നമസ്കാരം. ഇത് 16 കേട്ടോ. 16-ാം തീയതി വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ നമ്മൾ രാവിലെ റെഡി ആയിട്ടോ, അമ്പലത്തിൽ പോകണം. ഇന്ന് ആക്ച്വലി 3 ദിവസത്തെ പരിപാടിയായിരുന്നു. 14-ാം തീയതി ഉണ്ടായിരുന്നു, ഇന്നലെ ഉത്സവമായിരുന്നു, ഇന്ന് കച്ചവടമാണ്. ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ളതിൽ അമ്പലങ്ങളിൽ ഒരു ദിവസം ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം കച്ചവടത്തിന് വേണ്ടി മാത്രം ഒരു ദിവസം വെക്കുന്നത് വെച്ചാൽ അത് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ വെൺമണി, ചാമക്കാവ്, ശർങ്ങക്കാവ് ദേവീക്ഷേത്രമാണ്. എൻ്റെ അമ്മയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ എല്ലാ വട്ടവും നമ്മൾ ഉത്സവത്തിന് ഇവിടെ വരും. രാവിലെ നല്ല വെയിലാണ്. അപ്പോൾ രാവിലെ ഞാൻ നിങ്ങളെ ഇവിടുത്തെ പാടം, അമ്മയുടെയൊക്കെ വീട്ടിൽ ഇവിടുത്തെ പാടം കാണിക്കാമെന്ന് വിചാരിച്ചു. അതിവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് വിഷുവിനുള്ള ഇതൊക്കെ എടുക്കുന്നത്. വെള്ളരി, പാവൽ, പടവലം, കണിവെള്ളരി, അങ്ങനെ എല്ലാം എടുക്കുന്നത് ഇവിടെ നിന്ന് കേട്ടോ. അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്താൽ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. തരൂർ പോകുന്ന വഴി കേട്ടോ. ഇതുവഴി ഇറങ്ങിയാണ് നമ്മൾ പാടത്തോട്ട് പോകാൻ. നമ്മൾ ഇന്നലെ പോയ പാടമില്ലേ, അതിൻ്റെ കണ്ടിന്യൂഷൻ കേട്ടോ. ഇവിടെ കണ്ടൊരു കുഴി കണ്ട് കേട്ടോ. ഇത് നേരത്തെ ആയിരുന്നപ്പോൾ നല്ല വെള്ളം, നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെയിലിൻ്റെ ആയതുകൊണ്ട് വെള്ളം നല്ല കുറവ് കേട്ടോ. തെളി നീരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അകത്തോട്ടുള്ള വെള്ളം എടുക്കുന്നത്. നല്ല തെളിനീരാണ്. ഫിൽട്ടർ ചെയ്ത് നമ്മൾ അകത്തോട്ട് എടുക്കുന്നത് ഈ ഉറവയിൽ നിന്നാണ് കേട്ടോ. ഇതിപ്പോൾ കുറവാണ്, വെയിലായതിൻ്റെയാണ്. ഇതെല്ലാം അമ്മയുടെ ബ്രദേഴ്സ് നടത്തുന്ന എല്ലാവരും കൃഷി ചെയ്യുന്ന കേട്ടോ. പയർ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ ആണ്ടായിരിക്കും. അതുപോലെ തന്നെ പടവലമുണ്ട്. ചീര. അതിൻ്റെ ഇടയ്ക്കൊരു ചോളം കിളിച്ചിരിക്കുന്നു കേട്ടോ. ചോളം ആക്ച്വലി അതിനകത്തുണ്ട്. ഇപ്പോൾ കുഴിപ്പോയ അത് നിങ്ങൾക്ക് കാണാമോ? 2-3 നല്ല ചോളമുണ്ട് കേട്ടോ. ഇത് മൊത്തം പടവലമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചീരയും ഒക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഈ പാടത്തിലൊരു സൈഡ് മൊത്തം കൃഷിയാണ്. മറ്റിടത്തെല്ലാം നെൽകൃഷിയും ഇവിടെ പച്ചക്കറി കൃഷിയാണ്. ഈ പടവലത്തിൻ്റെ വലിപ്പം നീളം നോക്ക്. അതുപോലെ തന്നെ ഇതെല്ലാം വെള്ളരിക്ക, കണിവെള്ളരിയും. ഇത് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കും കേട്ടോ. ഇവിടെ കൃഷി ചെയ്തിട്ട് അതെല്ലാം ചന്തയിലാണ് കേട്ടോ കൊണ്ട് കൊടുക്കുന്നത്. അതായത് മൊത്തം ഈ പാടം മൊത്തം നെൽകൃഷി. അതുപോലെ തന്നെ ഇവരുടെ ഓരോ കൃഷി, ഓരോ ആൾക്കാരുടെ സ്ഥലമാണ്. അവിടെ അവർ കൃഷി ചെയ്യുക. വെള്ളരിക്ക, കുഞ്ഞു കുഞ്ഞു വെള്ളരിക്ക കേട്ടോ. എനിക്കൊന്ന് ചൂടിൻ്റെ ആയിരിക്കും. അതെല്ലാം പയറാണ്. ഇത് മൊത്തം നെൽപ്പാടം കേട്ടോ. ഇതവർ ഓരോ സൈഡിൽ നിന്ന് കൊയ്ത് വരുന്നതേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോയിൽ വൈകിട്ട് നമ്മൾ പോയ പാടമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ കൊയ്തിട്ടുള്ളൂ. പിന്നെ വിഷുവൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ കൊയ്ത്ത് നിർത്തിയേക്കുന്നത്. ഇപ്പോൾ ഇനി വിഷു കഴിഞ്ഞ് നാളെ മറ്റത്തോടെ വിരുന്നെടുക്കും. ഇതെല്ലാം വീണ്ടും കൊയ്ത് തുടങ്ങും. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഈ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോവുക കേട്ടോ. കാരണം വെയിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ പോയി അമ്പലത്തിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി പോവാണ്. കാരണം വെയിൽ ഭയങ്കര കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എന്തോ ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് കാണിച്ചു തരാം. എനിക്കൊന്ന് പച്ചക്കറിയൊക്കെയാണ് തോന്നുന്നു ലോഡ് ചെയ്യുന്നത്. അവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറി ഇവിടെ നിന്ന് നേരെ ലോഡ് ചെയ്ത് നേരെ ചന്തയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അത് വേറെ ആരും നമുക്കറിയാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ഓരോരുത്തരുടെ ആൾക്കാരുടെ കൃഷിയാണോ? അത് അക്കരെയാണ്. ഇതേതാ സ്ഥലവും എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാം ചുറ്റിനുള്ളത് എടപ്പോണ്, പുന്തല, ആ ഭാഗം
എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ സ്ഥലം അറിയാത്തതുകൊണ്ട് ഫുൾ ഇവിടെ റബ്ബർ മരങ്ങളാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതലും ഇതുപോലെ റബ്ബർ കൃഷി, നെൽകൃഷി, പിന്നെ ഇതുപോലുള്ള പച്ചക്കറി കൃഷിയൊക്കെയുള്ള എല്ലാ കൃഷിയുടെ അവിടെയും ഓരോ നീരുറവയുണ്ട്. അത് കിണറായിട്ട് കുഴിച്ച് അവിടെ നിന്നാണ് കൃഷി സ്ഥലത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മൊത്തം എടുക്കുന്നത്. അമ്പലത്തിലെത്തിയിട്ട് ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മൊത്തം കച്ചവടക്കാരായി. ഈ വട്ടമാണ് കേട്ടോ ഇത്രയും കാളകൾ. ഇപ്പോൾ ഭൂവട്ടം കൂടുതലാണ്. 10-23 കെട്ടുകാഴ്ചകളാട്ടെ ഇവിടെ ഉള്ളത്. അമ്മയൊക്കെ ഇവിടെ എവിടെയുണ്ട്, അമ്മയെ വിളിക്കണം. വൈകുണ്ഠ കമലാച്ചു നാരായണ വാസുദേവായ മാധവായ നമസ്തേ ഋഷികേശ ഋഷികേശ ദേവേശ ജഗന്നാഥ. കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം കച്ചവടമാണ്. നിങ്ങളുടെ മുഖത്തിൽ നിന്നുള്ള വായുക്കൾ, നിങ്ങളുടെ ബാവുക്കളിൽ നിന്ന് ക്ഷത്രിയ. ഒരു പ്രത്യേക അറിയിപ്പ്. 2 നാമ സ്കൂട്ടറിന്റെ കമ്മിറ്റി ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. ഉടമസ്ഥർ ഇവിടെ കടപ്പുണ്ടല്ലേ. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒരായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ